ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ വ്ളോഗും ആയിട്ടാണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ആനിവേഴ്സറിയും സൈറുവിൻ്റെ ബർത്ത്ഡേയും എല്ലാം ഒരു ദിവസമാണ്. അപ്പോൾ ഒരുപാട് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണോ എന്ന് ചോദിച്ചാലല്ല, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം, അതായത് നമ്മുടെ തൊട്ടടുത്ത സഹോദരങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും 1-2 റെസിപ്പിയും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തില്ല എന്ന് ഒരുപാട് പേര് പരാതിയായിരുന്നു നമ്മുടെ മുന്നത്തെ ബർത്ത്ഡേ വ്ളോഗിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിഫ്റ്റും കൂടെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഡയറക്റ്റായിട്ട് നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള കേക്കൊന്നും അല്ല ചെയ്യുന്നത്, സാധാരണ ഒരു സിമ്പിൾ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ടോഫി കേക്കാണ് ഈ പ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ടൻസ് മിൽക്കാണ് ടോഫി ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓവൺ ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ഞാനിതിൽ ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില ഭാഗങ്ങളിൽ ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ, വൈകിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ചെയ്യാനാണ് അടുത്ത് പോകുന്നത്. അപ്പോൾ 2 ഫുൾ ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ള ഗ്രില്ല് ചെയ്യാനുള്ള. 4 കിലോയോളം ഉണ്ട്. അപ്പോൾ 4 കിലോ ചിക്കന് വേണ്ടുന്ന മസാലയാണ് ഏകദേശം 1 തക്കാളി, ഒരു ചെറിയ സവോള, 7 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മളിവിടെ ചേർക്കുന്ന 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് പറയുന്നത് 4 കിലോ ചിക്കനാണ്. 4 കിലോ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള അളവാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റിലുള്ള ചിക്കൻ എടുക്കുന്നത്, അപ്പോൾ ആ രീതിയിൽ മസാല കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അരച്ചതിന് ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ തൈര് ചേർത്തടിക്കുന്നേക്കാളും ഇങ്ങനെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ നമ്മുടെ മസാലയുടെ കട്ടി ഇങ്ങനെ കുറഞ്ഞു പോകും തൈരിട്ട് അടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസിലോട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല തേക്കുന്നതിന് മുന്നേ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന ചിക്കൻ ആണെങ്കിൽ നന്നായിട്ട് കഴുകുക, സ്കിന്നോട് കൂടി മാക്സിമം ചിക്കൻ എടുക്കാൻ നോക്കുക. അത്യാവശ്യം വലിയ പീസ് തന്നെ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്ത് തീരുമ്പോൾ ചിക്കൻ കുറച്ച് കട്ടിയായി പോവും. അപ്പോൾ അത്യാവശ്യം വലിയ പീസ് എടുക്കുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 15-20 മിനിറ്റ് എങ്കിലും നമ്മൾ അരിപ്പയിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം മസാല നന്നായിട്ട് ഉള്ളിലൊക്കെ വരഞ്ഞു കൊടുത്തെടുത്തോ എല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ എന്നതിന് ശേഷം ഏകദേശം ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ ഇത് വെക്കുക. ഫ്രീസറിൽ വെക്കണം എന്നില്ല, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കും. അല്ലാതെ ഇത് പെട്ടെന്ന് തന്നെ ഈ മസാല എല്ലാം തേച്ചതിന് ശേഷം ഉടനെ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു മസാല ചിക്കൻ്റെ ഉള്ളിൽ ഇറങ്ങില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് ഏകദേശം ഒരു 9 മണിക്കാണ്, രാവിലെ 9 മണിക്കാണ് ഇത് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നത് ഒരു 4:30 ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സമയം കിട്ടുമല്ലോ, ഏകദേശം ഒരു 5-6 മണിക്കൂർ കിട്ടും. അപ്പോൾ അത്രയെങ്കിലും മിനിമം നമുക്ക് വേണം കേട്ടോ. അപ്പോൾ തലേ ദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ബാക്കി വരുന്ന മസാല നിങ്ങൾ ഒരു 3 മാസം വരെ ഫ്രീസറിൽ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കാരണം ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. വെള്ളം ചേർക്കുകയാണെങ്കിൽ അത്രയും നാളൊന്നും ഇരിക്കില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസിലും മസാല പുരട്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സമയത്തിന് മാത്രം എടുത്ത് ഗ്രില്ല് ചെയ്താൽ മതിയല്ലോ. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരുപാടൊന്നുമില്ല. നമ്മുടെ ആനിവേഴ്സറിക്ക് വേണ്ടുന്ന 10 വർഷമായിട്ടോ ആനിവേഴ്സറി, അത് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന നമ്പർ ബലൂൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ സൈറുവിൻ്റെ 8 എന്ന നമ്പർ ബലൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നോർമൽ കുറച്ച് ബലൂൺ, പിന്നെ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ ബാനറും, പിന്നെ ടേബിൾ കവർ ഒക്കെ ഉള്ളൂ. ടേബിൾ കവർ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് സൈറുവിൻ്റെ 2nd ബർത്ത്ഡേക്ക് എന്തോ നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് സൈറു വരച്ചിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സ് കാണാം. എപ്പോഴും ഈ ബുക്ക് കൊണ്ട് നടക്കും. ഇതാരാ സൈറു? ഇതോ? ഇതാ സൈറു? ബേബി.
ഇതാര് സരു? മാമ. ഇതോ? മാമ, ഉമ്മ, കുഞ്ഞ. അപ്പം നമ്മുടെ സെലിബ്രേഷൻ്റെ തലേ ദിവസം തന്നെ ചേച്ചിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഫനായും അതുപോലെ തന്നെ സൈറും മോനും കൂടെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. എന്തായാലും കുറച്ച് ബലൂൺസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞങ്ങളാണ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ ഡെക്കറേഷൻ എല്ലാം ചെയ്തത് നിഹാലും ഇക്കായും കൂടെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ടേബിളൊക്കെ, ഇക്ക ആ സമയം ഇല്ലായിരുന്നു, അപ്പോൾ ആ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് അനിയനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അനിയൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പിന്നെ പായസം ചെയ്യാനായിട്ട് പോയി. അപ്പോൾ സാധാരണ നമ്മൾ സേമിയ പായസം തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം 250 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യിട്ട് നമ്മൾ ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കുമല്ലോ. അപ്പോൾ വറുത്ത സേമിയാണ് വാങ്ങുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇത് ഞാൻ വറുക്കാത്ത സേമിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കവർ പാല് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയമൊന്നും വെള്ളം ചേർത്ത് കൊടുക്കണ്ട. 3 കവർ നല്ല കട്ടിയുള്ള പാൽ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തിളപ്പിച്ച് ഒരുവിധം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അതിപ്പോൾ ഒരുപാട് എനിക്കൊന്ന് സേമിയ പായസത്തിൻ്റെ കാര്യമൊന്നും ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ മിസ്സായി കേട്ടോ. ഞാൻ അതിന് ശേഷം ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും വീണ്ടും 1 കവർ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇതുപോലെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഇനി ലാസ്റ്റായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്, അവസാനം ഏകദേശം ഒന്ന് പാകമായതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 ഏലക്കയും പിന്നെ കുറച്ച് നട്ട്സ്, നെയ്യിൽ വറുത്ത നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ താളിച്ചിട്ടതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പായസത്തിന് താളിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മ മട്ടൻ കറിയും പിന്നെ ഇടിയപ്പം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഗ്രില്ല് ചെയ്യാൻ, നമ്മൾ സാധാരണ നമുക്ക് ഇങ്ങനെയും ഗ്രില്ല് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈങ് പാനിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ OTG തന്നെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അത് വെച്ചതിന് ശേഷം ഞാൻ സൈറൂനെ ഒന്ന് ഡ്രസ്സ് ചെയ്തൊന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പൂന് ഭയങ്കര ആഗ്രഹം മാലയും വളയൊക്കെ അപ്പൂന് തന്നെ ഇട്ട് കൊടുക്കണം എന്നുള്ളത്. അപ്പൂന് സൈറൂൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവൾ ഒരുക്കി നടത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടെ നിന്നിങ്ങനെ നോക്കിയിരിക്കും. സൈറൂൻ്റെ മുടി പോലും ഒരു തുമ്പ് പോലും അവൻ കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കേക്കെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും അരമണിക്കൂർ മുന്നേ കേക്ക് എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ പുറത്തൊക്കെ വെച്ചിട്ട് ഉമ്മ അതിൻ്റെ സ്റ്റിക്കൊക്കെ വെക്കുന്നുണ്ട്, ക്യാൻഡിൽസും അതുപോലെ ഹോൾഡറൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്ത ഡെക്കറേഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്ററിനെ എല്ലാവർക്കും അറിയാം, ഇക്കാടെ സിസ്റ്റർ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ വീഡിയോസിൽ മുന്നേ ഉള്ളതാണ്. ഇത് ഇക്കാടെ അനിയൻ്റെ മോളാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞു മോളാണ്. അതുപോലെ തന്നെ ഇത് ഇക്കാടെ അനിയൻ്റെ മോനാണ്. അപ്പോൾ മോൻ ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും. പിന്നെ എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ വൈകിട്ടൊക്കെ ആയിട്ട് ഏകദേശം ഒരു 6-6:30 ആയി കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്കും. അപ്പോൾ നിഹാൻ്റെ ഈ ഒരു ചിരി ഞാൻ എഡിറ്റ് ചെയ്യും എന്ന് എൻ്റെ അനിയൻ വിചാരിച്ചു, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. എല്ലാരും എടുക്കുന്നുണ്ട്. ആ കൊടുത്തോ കൊടുത്തോ. നമുക്ക് കൊണ്ടാ കേക്ക്. നിങ്ങൾ കഴിച്ചാൽ മതിയാ. അത് തന്നെ ഇരിക്കട്ടല്ലേ, ഇല്ലെങ്കിൽ എനിക്ക് കേക്ക് കിട്ടൂല.
എൻ്റെ അമ്മോ ആ കൊടുത്തോ കൊടുത്തോ. ഇത് ഞാൻ എവിടെ എൻ്റെ ബോക്സ് ആണോ? അതെൻ്റെ ബോക്സ് ഇല്ലാത്ത. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഒരു വാച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് അങ്ങ് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ ചേച്ചിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുവാണ്. ഉമ്മ വിഷമിക്കണ്ട, ബില്ല് പാസ്സാവട്ടെ, ഞാൻ വാങ്ങിച്ചു തരാം. എടുത്ത് വല്ലാണ്ട് ക്ഷീണിച്ചു ഗിഫ്റ്റ് വാങ്ങിച്ചു. കുലിക്കോ അപ്പോൾ ഞാൻ കൂടുതലും ഒറിജിനൽ വോയിസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വോയിസ് ഓവർ പല ഭാഗങ്ങളിലും കൊടുത്തിട്ടില്ല. അപ്പം കാരണം ഒറിജിനൽ വോയിസ് ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇതാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്. ഒരുപാട് ഗ്രാൻഡ് അല്ല, എന്നാലും നമുക്ക് വളരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിനി ഗ്രില്ല് എടുക്കണം. ഗ്രില്ല് ഞാൻ ലാസ്റ്റാണ് എടുത്തത്. കാരണം നമ്മൾ നേരത്തെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിന് ചൂടൊക്കെ പോവില്ല. അതുകൊണ്ട് ഗ്രില്ല് ലാസ്റ്റാണ് എടുത്ത് വെച്ചത്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.25 മണിക്കൂർ എടുത്തു കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് കുക്കായി കിട്ടാൻ. കാരണം അത്രയും ചിക്കനിൽ സൈസും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ആ ഒരു സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇക്ക എനിക്ക് തന്ന ഗിഫ്റ്റ്. എനിക്കിഷ്ടപ്പെട്ടു യുണീക്നെസ്. അയ്യോ അത് സത്യമായിട്ട് ഗോൾഡാണ്, സത്യമായിട്ട് ഗോൾഡാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ സാധാരണ നമ്മൾ ഈ വ്ളോഗ് ചെയ്തിട്ടുള്ള സമയത്തൊന്നും ഞാൻ ഇതുപോലെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് മുന്നത്തെ വ്ളോഗിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അതും കൂടെ കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് സൈറൂന് ഇക്ക കൊടുത്ത ഗിഫ്റ്റാണ്. ഇതൊരു സെറ്റാണ് കേട്ടോ, പില്ലോയും ബാനറും ഒക്കെ ആയിട്ട് ഒരു ഫുൾ സെറ്റാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. സൈറൂൺ ഭയങ്കര ഹാപ്പി. ഇത് ഞാൻ സൈറൂന് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് ഒരു വാച്ച് അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ സൈറൂന് ഗിഫ്റ്റ് കൊടുത്ത വാച്ചാണ്. അതുപോലെ എല്ലാവരും തന്ന ഗിഫ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് അനിയൻ സൈറൂന് വാങ്ങിക്കൊടുത്തതാണ്. അപ്പൂനും ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ എടുക്കാനൊന്നും തന്നില്ല. ഇത് സൈറു ക്രാഫ്റ്റ് നന്നായിട്ട് ചെയ്യും, അതുപോലെ തന്നെ നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അനിയൻ അത് മനസ്സിലാക്കി കൊടുത്തതാണ്. പക്ഷേ ഇന്നും ആ ഒരു ക്രാഫ്റ്റിൻ്റെ ബോക്സ് അവൾ താഴെ വെച്ചിട്ടില്ല, ഇപ്പോഴും അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിഹാൽ സൈറൂന് വാങ്ങിക്കൊടുത്തേട്ടോ ഈ ഒരു ഷൂ. പിന്നെ ഈ ഒരു ഡ്രസ്സെന്ന് പറഞ്ഞാൽ വാപ്പ സൈറൂന് എടുത്തതാണ് ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നുള്ളൂ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇത് നിഹാൽ ഇക്കാക്ക് എടുത്ത ഷർട്ടാണ്. കാരണം നമ്മുടെ ആനിവേഴ്സറിയും സൈറൂൻ്റെ ബർത്ത്ഡേയും ഒരു ദിവസം ആയതുകൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചാണ് ഗിഫ്റ്റ് കിട്ടുക. ഇത് ചേച്ചി എടുത്തതാണ് സൈറൂന്. സ്കേർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പും ഉണ്ട്. ഇതെനിക്ക് നിഷാന വാങ്ങിത്തന്ന ബാഗാണ്. എനിക്ക് ബാഗും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിഷാന വാങ്ങിത്തന്ന ബാഗാണ്. അതുപോലെ തന്നെ ഇവിടെ നിഷാന അപ്പൂന് വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് പിന്നെ അപ്പൂന് കൊടുത്തില്ലെങ്കിൽ അതും വലിയ പ്രശ്നമാണ്. ഇത് നിഷാന തന്നെ ഇക്കാക്ക് എടുത്ത ഒരു ഷർട്ടാണ്.
പിന്നെ സൈറൂവിനൊരു സ്കേർട്ടും പിന്നെ ഒരു ബ്ലാക്ക് ടോപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നിഹാൽ പോയി എടുത്തിട്ടോ. അവൻ ഒറ്റയ്ക്ക് പോയി സെലക്ട് ചെയ്തത്. സാധാരണ ഞാനോ നിഷാനോ ഒക്കെ കൂടെ പോകാറുണ്ട്. ഇത് ഒറ്റയ്ക്ക് പോയി സെലക്ട് ചെയ്തതാണ്. ഇത് വാപ്പ എനിക്ക് എടുത്തു തന്നെയാണ് ഈ ഒരു ക്രീം കളർ സൽവാർ സെറ്റ്. പിന്നെ ഇത് ഇക്കാടെ വാപ്പായും ഉമ്മയും കൂടെ സൈറൂവിന് എടുത്തതാണ്. അപ്പൂനും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസമാണ് എടുത്തത്. അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. സൈറൂവിന് ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഷോട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നിഷാന സൈറൂവിന് വാങ്ങിയൊരു സ്റ്റഡി ടേബിളാണ്. അപ്പോൾ ഇതെനിക്ക് ഇക്ക വാങ്ങി തന്ന വാച്ചാണ് കേട്ടോ. അത് ആ സമയം നമ്മൾ എടുത്തിട്ടില്ല, സത്യത്തിൽ മറന്നു പോയതാണ് ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് എല്ലാം കാണിച്ച സമയത്താണ് ഇതിൻ്റെ കാര്യമൊന്ന് ഓർത്തത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഞാനിവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഇക്കാക്ക് വാങ്ങിയ വാച്ച്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റിങ്ങാണ് ചേച്ചി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ എനിക്കൊന്ന് ഫസ്റ്റ് ഞാൻ വീഡിയോയിൽ ഈ ഒരു ചെറിയ പോർഷൻ കാണിച്ചിട്ടുണ്ട് റിങ്ങിൻ്റെ. അപ്പോൾ ഇത് ഞാൻ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്ത വാച്ചാണ്. അപ്പോൾ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇതെന്താ എല്ലാവർക്കും വാച്ച് ചെയ്യണം ഗിഫ്റ്റായിട്ട്. കാരണം നമുക്ക് എല്ലാവർക്കും വാച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുമ്പോഴല്ലേ ഒരു സന്തോഷമാവുക. പിന്നെ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഈ സൈഡിൽ കാണിക്കാം. അപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആണെന്നോ വലിയൊരു ഫംഗ്ഷൻ ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ജസ്റ്റ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നത് മറ്റന്നാളാണ്. മറ്റന്നാൾ രാവിലെ 10 മണിക്കാണ് നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ വേണം എന്നുള്ളവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.